ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചാരം നമുക്ക് പച്ചക്കറി കൃഷിയിൽ നേരിട്ട് ഉപയോഗിക്കാതെ കമ്പോസ്റ്റാക്കി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. എങ്ങനെ ചാരം കൊണ്ട് നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്. നമ്മൾ വിറക് കത്തിക്കുമ്പോൾ കിട്ടുന്ന ചാരമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ അടുപ്പ് കത്തിക്കുമ്പോൾ കിട്ടുന്ന ചാരമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ചാരമൊക്കെ ഇതുപോലെ ശേഖരിച്ച് വെച്ചിട്ട് നമുക്ക് ചാരം കമ്പോസ്റ്റാക്കി നമ്മുടെ പച്ചക്കറി തൈകളുടെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികൾക്ക് യാതൊരു ദോഷവും വരാതെ നല്ലവണ്ണം നമുക്ക് വിളവ് കിട്ടുകയും ചെയ്യും. ചാരത്തിൽ ധാരാളം പൊട്ടാഷ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളിതുപോലെ കമ്പോസ്റ്റ് ആക്കിയതിന് ശേഷം ചെടികളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും. ചാരം നമ്മൾ നേരിട്ട് നമ്മുടെ പച്ചക്കറികളുടെയൊക്കെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചാരത്തിന് പുളിരസം ഉള്ളതുകൊണ്ടും അതുപോലെ തന്നെ ചൂടൊക്കെ കൂടുതലായതുകൊണ്ടുമൊക്കെ നമ്മുടെ തൈകളൊക്കെ വാടിപ്പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചാരം നല്ല കമ്പോസ്റ്റ് ആക്കിയിട്ട് നമുക്ക് നമ്മുടെ തൈകളുടെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ പച്ചക്കറി ചെടികളുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ കമ്പോസ്റ്റ് ആക്കാനായിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു ചാക്കാണ്, ചെറിയൊരു ചാക്കാണ്. ഈ ചാക്കിലാണ് ഞാൻ കമ്പോസ്റ്റാക്കി വെക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് മേൽമണ്ണ് വേണം, ചാരം വേണം, അതുപോലെ തന്നെ അത് നന്നായിട്ട് നനച്ച് വെക്കാനായിട്ട് കുറച്ച് ചാണകവെള്ളം കൂടെയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ചാക്കിൻ്റെ അടിയിലേക്ക് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാം. ചാക്കിൻ്റെ ചുവട്ടിലായിട്ട് നിർത്തി നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. ഒരു ലെയർ മണ്ണിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ചാരം ഇട്ട് കൊടുക്കാം. ചാരം ഇട്ടതിന് ശേഷം വീണ്ടും നമ്മളിതിൻ്റെ മീതേക്ക് മണ്ണിട്ട് കൊടുക്കണം. നമ്മൾ കുറച്ച് ചാരം ഇട്ടു, വീണ്ടും ഇതിൻ്റെ മീതേക്ക് നമുക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. ഇങ്ങനെ ഈ ചാക്ക് നിറയുവോളം മണ്ണ് ചാരം എന്നിങ്ങനെ നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ചാരം ഇട്ട് കൊടുക്കാം. കവറിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്കിങ്ങനെ കുടന്നിട്ട് കൊടുക്കാം. കുറച്ചും കൂടെ ചാരം ഇട്ട് കൊടുത്തതിന് ശേഷം മണ്ണിട്ട് കൊടുക്കാതെ ചാരം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. അതുപോലെ ചാരമൊക്കെ നമുക്ക് പാഴാക്കി കളയാതെ കമ്പോസ്റ്റാക്കി നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ നമ്മുടെ പച്ചക്കറികളുടെ ചുവട്ടിൽ നമുക്ക് ഇഷ്ടം പോലെ വാരി ഉപയോഗിക്കാനായിട്ടും സാധിക്കും. നമുക്ക് ഇഷ്ടം പോലെ പച്ചക്കറി വിളവ് എടുക്കാനായിട്ടും സാധിക്കും. നമ്മൾ മണ്ണിട്ടു, ഇനി അടുത്തത് വീണ്ടും ചാരം ഇടണം. ഈ ചാക്ക് നിറയുവോളം നമുക്ക് ഇട്ട് കൊടുക്കണം. ലാസ്റ്റ് വേണം നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ചാരം കുറേയേറെ ഉണ്ടായിരുന്നു. ഞാൻ ആ ചാരം ഇട്ട് കൊടുത്തു. വീണ്ടും നമുക്ക് മണ്ണിടാം. ചാരം കമ്പോസ്റ്റാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പച്ചക്കറികൾക്ക് നല്ല ഗുണമേന്മ കിട്ടുകയും ചെയ്യും. മണ്ണിട്ടു, വീണ്ടും നമുക്ക് ചാരം ഇട്ട് കൊടുക്കാം. ഞാൻ ചാരം അങ്ങ് കുടഞ്ഞിടുകയാണ്.
വലിയ ചാക്കൊക്കെ ഉണ്ടെങ്കിൽ വലിയൊരു ചാക്കിനകത്താക്കി ഇതുപോലെ വെച്ചിരുന്നാൽ ഒരു 2 മാസം കഴിയുമ്പോൾ നമുക്ക് നല്ല കമ്പോസ്റ്റായിട്ട് കിട്ടും. വീണ്ടും കുറച്ച് മണ്ണ് നമുക്ക് ഇട്ട് കൊടുക്കാം. മണ്ണിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ചാരം ഇടാം. ഇപ്പം നമ്മുടെ ചാക്ക് നിറഞ്ഞു. കെട്ടാനുള്ള സ്പേസ് ഇനി നമുക്ക് വേണം. ഇനി മേൽമണ്ണും കൂടെ ഇതിൻ്റെ മീതെ നമുക്ക് ഇട്ട് കൊടുക്കണം. മണ്ണ് നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ മീതെ അങ്ങ് നിരത്തി കൊടുക്കാം. കുറച്ച് മണ്ണിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. ഞാൻ കുറച്ച് മണ്ണും കൂടെ ഇട്ടതിന് ശേഷം ബാക്കി കാണിക്കാമേ. അങ്ങനെ കുറച്ച് മണ്ണും കൂടെ ഞാൻ നമ്മുടെ ചാരത്തിൻ്റെ മീതെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചാണകവെള്ളം ഇതിൻ്റെ മീതെ നന്നായിട്ട് നനച്ച് കൊടുക്കണം. ഇത് ചാണകവെള്ളമാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത്. ചാണകവെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നത് കമ്പോസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ചാരമായതുകൊണ്ട് നന്നായിട്ട് നനവ് ആവശ്യമുള്ളത് കൊണ്ട് നന്നായിട്ട് തന്നെ നമ്മൾ നനച്ച് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് നനച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകൾ വശം ഒന്ന് കെട്ടിയിട്ട് കമഴ്ത്തി വെച്ച് കൊടുത്താൽ മതി. അത് വെക്കേണ്ടത് നമ്മൾ മഴ അടിക്കുന്ന സ്ഥലത്തൊന്നും വെക്കരുത്. നല്ല തണുപ്പുള്ളൊരു സ്ഥലത്ത് കമഴ്ത്തി വയ്ക്കുക. ഇനി നമുക്കിത് എപ്പോഴും ഒന്നും തുറന്ന് നോക്കേണ്ട ആവശ്യമില്ല. 2 മാസം കഴിയുമ്പോൾ നമുക്ക് ഇതെടുത്ത് നോക്കിയാൽ മതി. കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ല രീതിയിൽ ചാണകവെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മുറുക്കി കെട്ടിയിട്ട് ഈ ചാക്കിനെ തിരിച്ച് വെച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെയല്ല ഇത് സൂക്ഷിച്ച് വെക്കുന്നത്, അതുകൊണ്ട് ഞാനിപ്പോൾ തിരിച്ച് വെക്കുന്നില്ല. നമ്മൾ ചാണകവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കമ്പോസ്റ്റ് നല്ല ഗുണമേന്മയുള്ള കമ്പോസ്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. നൈട്രജനും പൊട്ടാഷ്യം അടങ്ങിയ കമ്പോസ്റ്റ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.